ഹലോ ഓൾ. അങ്ങനെ ഫൈനലി നമുക്ക് ക്ലീ എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നു. ഇനിയിപ്പോൾ നിങ്ങൾ അഡ്മിഷൻ പ്രോസസ്സിലേക്ക് കടക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. അങ്ങനെ ചിലവർക്ക് കറക്റ്റായിട്ട് റാങ്ക് നല്ലോണം വന്നിട്ടുണ്ടാവും, ചിലവർക്ക് റാങ്ക് കുറഞ്ഞു പോയിട്ടുണ്ടാവും, ചിലവർ നെക്സ്റ്റ് ടൈം അറ്റംപ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ക്ലീ എക്സാമിൻ്റെ, അതായത് എൻ്റെ LLB അഡ്മിഷൻ്റെ ആ ഒരു ജേർണിയെക്കുറിച്ചാണ്. എൻ്റെ പേഴ്സണലായിട്ടുള്ള സ്റ്റോറി മാത്രമാണ് ഞാൻ പറയുന്നത്, വേറെ ഒന്നും ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം ഞാൻ ഇത് പറയുന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും നിങ്ങളെ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ തക്ക വിധത്തിൽ ഇതിനകത്തൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എൻ്റെ സ്റ്റോറി എന്താണെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്ന്. അപ്പോൾ ഇത് അതുപോലെ ഫോളോ ചെയ്യണമെന്നോ അങ്ങനെ ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെയും നിങ്ങൾക്ക് അവസാനം LLBയിൽ തന്നെ എത്തിച്ചേരാം, ആ ഒരു LLB സീറ്റിലേക്ക് എത്തിച്ചേരാം എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള സ്റ്റോറിയാണിത്. ഞാൻ അതായത് +2 പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ക്ലാറ്റ്, അതായത് കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്, നാഷണൽ ടെസ്റ്റാണ്. NLUയിലേക്കും അതുപോലെ സാധാ ലോ കോളേജുകളിലേക്കും ഓൾ ഇന്ത്യ നടത്തുന്ന ടെസ്റ്റാണ് ക്ലാറ്റ്. അപ്പോൾ ക്ലാറ്റ് ഞാൻ +2 സമയത്ത് ഞാൻ ക്ലാറ്റ് എഴുതിയിരുന്നു. ഡിസംബറിൽ നടന്ന ക്ലാറ്റ് എഴുതിയിരുന്നു. അപ്പോൾ ക്ലാറ്റിന് എനിക്ക് അത്യാവശ്യം നല്ല റാങ്ക് ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ വേണ്ടെന്ന് വെച്ചിട്ട് ക്ലീക്ക് പോകുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് വെളിയിൽ പോയി പഠിക്കാൻ വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു എക്സ്പോഷർ കിട്ടാനും, എങ്ങനെയാണ് ഒരു എൻട്രൻസ് എക്സാം എഴുതുക, എങ്ങനെയാണ് LLBയുടെ എൻട്രൻസ് എക്സാം എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്ലാറ്റ് പോയി എഴുതുന്നത്. എനിക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയാൽ മതിയായിരുന്നു, അല്ലാതെ ഒരിക്കലും ഞാനൊരു സീറ്റിന് വേണ്ടിയിട്ട് പോയതല്ലാതെ. അതുകൊണ്ട് ക്ലാറ്റ് എഴുതിയതുകൊണ്ട് പല ഗുണങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ, ക്ലീ എഴുതിയപ്പോൾ, ക്ലാറ്റ് എന്ന് പറയുന്നത് ഒരു 100% പഠിച്ചിട്ട് പോകേണ്ട, അത്രയ്ക്ക് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു എക്സാമാണ്. പക്ഷെ ക്ലീ ഒരു 50% പഠിച്ചിട്ടൊക്കെ പോയാലും കിട്ടും. മനസ്സിലായോ? ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ക്ലീക്ക് തോന്നാത്തത് ക്ലാറ്റ് എഴുതിയോണ്ടാണെന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ ക്ലീ ആണ് ഞാൻ സെക്കൻഡ് ടൈം അറ്റംപ്റ്റ് ചെയ്യുന്ന എക്സാം, കേരള ലോ എൻട്രൻസ് എക്സാം. അത് നമ്മുടെ കേരളത്തിലെ ലോ കോളേജുകളിലേക്കുള്ള എക്സാമാണ്. അപ്പോൾ ക്ലീ എക്സാം ഞാൻ സെക്കൻഡായിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നു. ക്ലീ എക്സാമിൽ എനിക്ക് അത്യാവശ്യം നല്ല റാങ്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇപ്പം കിട്ടിയ നമ്മുടെ LLB സീറ്റിൽ വന്നു ചേരുന്നത്. അതിനിടയ്ക്ക് ക്ലീ എക്സാമിൻ്റെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവാം. ക്ലീ എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുന്നതും അഡ്മിഷനും ഒക്കെ കുറച്ച് ലേറ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അല്ലാതെ കറക്റ്റ് ടൈമിന് ബാക്കി അഡ്മിഷനുകളെ കൂട്ട് ക്ലീ എക്സാമിൻ്റെ അഡ്മിഷൻ നടക്കില്ല. അതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വേറെ ഒരു ഷോർട്ട് കട്ട് വഴി കണ്ടുപിടിച്ചു. അതെന്താന്ന് വെച്ചാൽ, കേരള ലോ അക്കാഡമിയുടെ എൻട്രൻസ് ഞാൻ പോയി എഴുതി. കേരള ലോ അക്കാഡമി എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതിലേക്ക് പോയി ഞാൻ KLA ടെസ്റ്റ് എഴുതി. അതായത് അവർ പ്രൈവറ്റായിട്ട് നടത്തുന്ന ഒരു ടെസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സും കൂടെ കഴിയുമ്പോൾ കേരള ലോ അക്കാഡമിയിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടെസ്റ്റ് ഞാൻ എഴുതി, ടെസ്റ്റ് ക്ലിയർ ചെയ്തു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിനും പോയി. ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്താണ് ഞാൻ അറിയുന്നത് എനിക്ക് ക്ലീ എക്സാമിന് നല്ല റാങ്ക് ഉണ്ട്. അതായത് എനിക്ക് കേരളത്തിലെ ഏത് ലോ കോളേജിൽ വേണമെങ്കിലും ഈസി ആയിട്ട് കിട്ടും, പ്രിഫർ ചെയ്യുന്ന ലോ കോളേജുകളിലേക്ക്. അപ്പോൾ അങ്ങനെ ഒരു റാങ്ക് ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെട്ടത് കൊണ്ട് ഞാൻ ഈ കേരള ലോ അക്കാഡമി വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ക്ലീ എക്സാം എന്ന് പറയുന്നത് ലേറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷൻ വന്നു. എനിക്ക് കിട്ടാതിരിക്കുമോ, ഇനി എങ്ങനെ ആകും എന്നൊരു ടെൻഷൻ വന്ന സ്ഥിതിക്ക് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, എനിക്ക് അത്യാവശ്യം ലാംഗ്വേജ് ഒക്കെ താല്പര്യമുള്ള ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ BA മലയാളം വിത്ത് ജേർണലിസത്തിന് ഒരു അഡ്മിഷൻ എടുത്തു. അത് ഞാൻ ചെയ്യാനുള്ള മെയിനായിട്ടുള്ളൊരു കാരണം, എൻറോൾ ടു സേഫ് ഗാർഡ് എ വാല്യുബിൾ ഇയർ ഫ്രം ബീങ് വേസ്റ്റഡ്. അതായത് 1 വർഷം നഷ്ടപ്പെടുകയാണ്. ഇപ്പം എനിക്ക് ക്ലീ കിട്ടിയില്ലെങ്കിൽ ഞാൻ അടുത്ത വർഷം ഞാൻ എൻട്രൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 വർഷം എൻ്റെ അവിടെ നഷ്ടമാവുകയാണ്. അപ്പോൾ അത് നഷ്ടമാവാതിരിക്കാൻ ഈ എങ്ങാനും ക്ലീ റാങ്ക് ലേറ്റ് ആയതുകൊണ്ട് മാത്രമാണേ. അപ്പോൾ ക്ലീയുടെ റാങ്ക് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ഇതിന് പോയി ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് 1 വർഷം അവിടെ നഷ്ടപ്പെടാതിരിക്കും. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് BA മലയാളം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 3 ഇയർ LLBയും കൂടെ എടുത്താൽ BA LLB ആണ് ഞാൻ ഉദ്ദേശിച്ച കോഴ്സ് തന്നെ എനിക്ക് ചെയ്യാനും പറ്റും. അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ 1 വർഷം ചുമ്മാതിരിക്കണ്ട, ആക്റ്റീവായിട്ടിരിക്കാം, അക്കാഡമിക്കലി എൻഗേജ്ഡ് ആവാം. അതുപോലെ എൻട്രൻസ് എക്സാം റിസൾട്ടും ഞാൻ ആ സമയത്ത് കാര്യമായിട്ട് തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നാൾ, അതായത് എനിക്ക് തോന്നുന്നു 1 മാസത്തോളം ഞാൻ BAക്ക് പോയി കഴിയുമ്പോഴാണ് ഈ ക്ലീ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നത്. അങ്ങനെ റിസൾട്ട് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, LLBയിലേക്ക് ജോയിൻ ചെയ്യുകയാണ്.
BA വേണ്ടാന്ന് വെക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ഇത് ചെയ്തത് കൊണ്ട് എനിക്കുണ്ടായൊരു ഗുണമെന്ന് പറയുന്നത്, എനിക്ക് അത്രയും നാൾ ചുമ്മാതിരുന്നില്ല, അതുപോലെ വളരെ മികച്ച കുറച്ച് ഫ്രണ്ട്സിനെയും കൂടെ കിട്ടി. അങ്ങനെ ഒരു ഗുണമാണ് എനിക്ക് ഉണ്ടായത്. അതുകൊണ്ട് ഒരിക്കലും ചുമ്മാതിരിക്കാൻ നിങ്ങൾ ആലോചിക്കരുത്. ഇപ്പോൾ ക്ലീ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് കോഴ്സിലേക്ക് പോവുക, അല്ലാതെ ചുമ്മാ സമയം വേസ്റ്റ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ ക്ലീയുടെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമ്മളെ വെയിറ്റ് ചെയ്തിരിപ്പിക്കുന്ന തരത്തിലുള്ളൊരു പ്രോസസ്സാണ്. കാരണം ഒരിക്കലും അത്ര ഈസി ആയിട്ട് പെട്ടെന്ന് നടക്കുന്നൊരു കാര്യമല്ല ക്ലീയുടെ റാങ്ക് ലിസ്റ്റും അതുപോലെ അഡ്മിഷൻ പ്രോസസ്സും എന്ന് പറയുന്നത്. അങ്ങനെ അവസാനം ഞാൻ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു. അങ്ങനെ ഞാൻ പ്രിഫർ ചെയ്ത ലോ കോളേജിലേക്ക് തന്നെ, നമ്പർ 1 ആയിട്ട് ഞാൻ പ്രിഫർ ചെയ്ത ലോ കോളേജിലേക്ക് തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടി. അപ്പോൾ എന്നോട് ഒത്തിരി പേര് ചോദിക്കുന്നൊരു കാര്യമാണ്, ഞാൻ ഏത് കോളേജിലാണ് പഠിക്കുന്നത്, എവിടെയാണ് പഠിക്കുന്നതെന്ന്. ഞാൻ ആക്ച്വലി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് NSS ലോ കോളേജ് കൊല്ലം കൊട്ടിയമാണ്. അപ്പോൾ അത് ഞാൻ തന്നെ പ്രിഫർ ചെയ്ത കോളേജാണ്. എനിക്ക് എവിടെ വേണേൽ കിട്ടുമായിരുന്നു, പക്ഷെ ഞാൻ പ്രിഫർ ചെയ്ത കോളേജ് അതായിരുന്നു. കാരണം എനിക്ക് പോയി വരാൻ എളുപ്പവും അത്യാവശ്യം നല്ലൊരു കോളേജ് എന്ന് എനിക്ക് നോക്കിയിട്ട് തോന്നിയ ഒരു കോളേജുമായിരുന്നു അത്. അവിടെ BA LLB മാത്രമാണ് പ്രിഫർ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷന്. അതുകൂട്ട് LLM അവൈലബിൾ ആണ്. അപ്പോൾ അവിടെയാണ് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഈ നമ്മുടെ അഡ്മിഷൻ പ്രോസസ്സിനെ പറ്റിയോ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിനെ പറ്റിയോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.